ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതൊരു അക്വഡക്റ്റ് ബ്രിഡ്ജാണ്. കണ്ണൂർ ജില്ലയിലെ നീളം കൂടിയ പാലങ്ങളിൽ ഒന്ന്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രയും നീളമുള്ളൊരു പാലമാണ്, അത്രയും ഭംഗിയുള്ളൊരു പാലമാണ്. അതുമായിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളും അത്രയും ഭംഗിയാണ്. കൂടുതൽ ആൾക്കാരിലേക്ക് ഈ സ്ഥലം ഒന്ന് എത്തിപ്പെടണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പാലത്തിൻ്റെ മേലെ കൂടിയുള്ള വാഹന ഗതാഗതവും കാര്യങ്ങളൊന്നും ഇല്ല. അതെല്ലാം നിർത്തിയിട്ട് കുറേ നാളുകളായി. അപ്പം നമുക്ക് ചെറിയ ചെറിയ വാഹനങ്ങളിൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 വീലർ അങ്ങനെയുള്ള ചെറിയ വാഹനങ്ങളിൽ മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പാലത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. പിന്നെന്താണെന്ന് വിചാരിച്ചാൽ നമുക്കൊരു സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. രാവിലെയും ഒരു വൈകുന്നേരങ്ങളിലെ സമയങ്ങളിലെല്ലാം അവിടെ പോകാൻ പറ്റിയൊരു കറക്റ്റ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു എന്താ പറയുക, ഒരു പീസ്ഫുൾ ആംബിയൻസ് ആണ്. അത്ര ഇഷ്ടപ്പെടും നിങ്ങൾക്ക് വിചാരിക്കുന്നു. ഏതാണ്ട് 40 കൊല്ലത്തിന് മേലെ എന്തായാലും പഴക്കമുള്ളൊരു പാലായിരുന്നു. 40, 42 അങ്ങനെ എന്തായാലും അതിൽ മേലോട്ടേ സാധ്യതയുള്ളൂ. അത്രയും പഴക്കമുള്ളൊരു പാലാണ്. അപ്പം മനുഷ്യ നിർമ്മിതമായിട്ടുള്ളൊരു പാലാണ്. മേലുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് അന്യായ വ്യൂ ആണ്. അത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ മറക്കാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് പുറത്ത് പോയിട്ട് ഇങ്ങനെ വ്ളോഗ് എടുത്ത് ഭാവിയുണ്ട് അതാ ഭാവിയുണ്ടല്ലേ, അമ്മേൻ്റെ ഭാവിയുണ്ട്. അപ്പോൾ എനിക്ക് പുറത്ത് പോയിട്ട് അങ്ങനെ ഒരു വ്ളോഗ് എടുത്തിട്ടൊന്നും അങ്ങനെ ശീലമൊന്നുമില്ല. ഈ സ്ഥലം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ മയ്യിൽ പഞ്ചായത്തിലെ തായമ്പൊയിലിനടുത്തുള്ള ചെറുകോഴശ്ശി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വേഗം പോയിട്ട് വേഗം വരാം. ഏതോ സ്ഥലം പോലെ ഉണ്ട്, നമ്മളെ നാടാന്ന്. പക്ഷെങ്കിൽ കാണുമ്പോൾ ഏതോ സ്ഥലം, ഒരു പെണ്ണ് പറക്കുന്നടാ. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ അക്വഡക്റ്റ് പാലം. അക്വഡക്റ്റ് എന്നൊന്നും നമ്മൾ പറയലില്ല. നമ്മൾ സാധാരണ അക്വഡേറ്റ് പാലം അങ്ങനെയാണ് പറയല്. അക്വഡേറ്റ് പാലം തന്നെയാണ് നമ്മൾ പറയല്, ചെറുതിലേ അങ്ങനെ പറയല്. അപ്പം ഇത് പാലത്തിൻ്റെ താഴെയുള്ള റോഡാണ്. ഈ റോഡ് എന്ന് പറയുന്നത് മയ്യിൽ നിന്ന് പെരുമാച്ചേരി, വള്ളിയോട്ട് ആ ഭാഗങ്ങളിലേക്ക് തായമ്പൊലി വഴി പോകുന്ന റോഡാണ്. അപ്പോൾ ഇത് ക്ഷേത്രക്കുളമാണ്. ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുള്ളൊരു വീടാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട്. കാണാൻ നല്ല രസമുണ്ട്, കാണാൻ നല്ലൊരു പഴമേൻ്റെ പ്രൗഢിയിലുള്ളൊരു വീട്. ഇതായിപ്പുറം നല്ല കണ്ടം, നല്ല വാഴക്കൃഷി. കൈതോല നോക്കിയാട്ടെ, നമ്മളങ്ങനെ അക്വഡേറ്റ് പാലത്തിൻ്റെ അടുത്ത് പോകാനുള്ള വഴിക്കെത്തി. ഇതാണ് നമ്മൾ വന്നത്. അങ്ങോട്ടേക്ക് റോഡൊന്നുമില്ല. അപ്പം നമ്മൾ നടന്നിട്ട് വേണം പോകാൻ വേണ്ടി. ഇത് അംഗൻവാടിയാണ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് നടക്കട്ടെ. കാടാണ്, ചെറിയ വഴിയാണ്. റോഡ് ഉണ്ട്, പക്ഷെങ്കിൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് ഇങ്ങനെ കാട് വന്ന് വീണിട്ട് റോഡ് നിറഞ്ഞ പോലെയുള്ളത്. ഓടല്ല വിമാനം പോകുന്നുണ്ട്. ഇതാ വിമാനം ഇതണ്ട, വിമാനം പോകുന്നുണ്ട്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തെയ്യെല്ലാം കഴിക്കുന്ന ക്ഷേത്രമാണ്. പിന്നെ കാവ്
കുറച്ചടുത്തോട്ട് പോയിട്ട് കാണിച്ചു തരാം. കണ്ടനാർപ്പൊയിൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം എന്നിട്ട് ഇതിൻ്റെ പേര്. നമ്മൾ അതുവഴി ചുറ്റിയിട്ടാണ് ഇങ്ങനെ വന്നത്. ഇതേണ്ട, ഇതാണ് ക്ഷേത്രം. എന്താ നല്ല ക്ഷേത്രം. അപ്പോൾ നമ്മളെ പാലത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇതേ ഒരു ഗുഹ പോലെ കണ്ട, ഇതാണ് കനാലി. ഇതിൻ്റെ പാലത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത്തട വരെ വണ്ടി വരും, അതായത് 2 വീലർ പോലെയുള്ള വണ്ടികൾ, ചെറിയ വണ്ടികൾ വരും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വണ്ടികൾക്കൊന്നും പ്രവേശനമില്ല. കുറച്ച് നാളുകളായിട്ട് അങ്ങനെ തന്നെയാണ്. അപ്പം ഈ ഭാഗത്തുനിന്ന് മുതൽ അപ്പുറത്തെ സൈഡ് വരെ നമുക്ക് നടന്നിട്ട് പോയിട്ട് കാണാം. ഈ പാലത്തിൻ്റെ 2 വശങ്ങളിലും വയലുകളും പിന്നെ അതുപോലെ കുളം, പിന്നെ താഴെ ഭാഗത്താണ് നമ്മൾ നേരത്തെ പോയ റോഡുള്ളത്. അങ്ങനെ എന്താണ് നയന മനോഹരമായ നല്ല നല്ല കാഴ്ചകളുണ്ട്. ഒരു വീട് കണ്ട, വീട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ അടയ്ക്കൽ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. നല്ലൊരു വീട്, കാണാൻ നല്ല രസമുള്ളൊരു വീട്. നമ്മൾ നേരത്തെ പോയ റോഡാണ് ഇത്. അതിൻ്റെ മേലെ ഭാഗത്തുനിന്ന് ഇപ്പോൾ എന്താ അങ്ങോട്ടെല്ലാം വയലാണ്. ശരിക്കും നല്ല ക്യാമറയിലുണ്ടെങ്കിൽ കാണറില്ല. ഒരാൾ പോകുന്നുണ്ട. നമ്മൾ നേരത്തെ കണ്ട ക്ഷേത്രക്കുളം, നേരത്തെ കണ്ട ആടെ കണ്ട ആ ക്ഷേത്രത്തിൻ്റെ കുളം, അത് താഴെ റോഡ് സൈഡിലാണ് കുളം ഉള്ളത്. കണ്ടനാർപ്പൊയിൽ എഴുതിയിട്ടുണ്ട്. ചെറുവാശി കണ്ടനാർപ്പൊയിൽ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം, ക്ഷേത്ര ചിട്ടകൾ പാലിക്കുക എന്ന് എഴുതിയിട്ടുണ്ട്. വാണിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കുളം കണ്ട, എടാ ഇങ്ങേ ഭാഗത്ത് മയിൽ, ഇങ്ങേ ഭാഗത്തോ ചെക്കിക്കുളം. തമ്പി എത്തിയോക്കല്ലേ വീണു. ഇത് കൈ ടാപ്പുണ്ട്, അടുത്തടുത്തല്ല ഉള്ളത്. ചെറിയ കുട്ടികളെല്ലാം എന്തായാലും ശ്രദ്ധിച്ചില്ലെങ്കിൽ താഴോട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അറിയാം, നമ്മൾ തായമ്പൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുണ്ട്. നമ്മളന്നേരം നമ്മൾ അക്കഡേറ്റ് പാലം എന്നാ പറയല്. അക്വാഡക്റ്റ് പാലം എന്നൊന്നും നമ്മൾ പറയൂല, നമ്മൾ അക്കഡേറ്റ് പാലം എന്നാ പറയല്. അന്ന് ഈ പാലത്തിന്റെ ആവശ്യം എന്താണെന്നൊന്നും അറിയില്ല. 42 കൊല്ലം ഉണ്ടാവും അല്ലേ? വയലാന്ന് എൻ്റെ അമ്മയെ പൊളി സാധനം. ശരി, കണ്ടനാർപ്പൊയിൽ ഇതാ അങ്ങ് വരെയുണ്ട് കേട്ടോ. അവിടെ കുട്ടികൾ കുറേ ആൾ ഇരുന്നിട്ടുണ്ട്. അങ്ങ് വരെയുണ്ട്. അവിടെയും ബ്ലോക്കാന്ന്, ഇവിടെയും ബ്ലോക്കാന്ന്. വണ്ടിയൊന്നും കടത്തി വിടൂല, നടന്നിട്ട് വരും. ബൈക്കെല്ലാം അങ്ങ് നിർത്തിയിട്ട് ആൾക്കാരുള്ളത്.
അവിടെ ഒരു വീട്, എൻ്റെ എന്തൊരു രസമാണ്. ആ വീട്ടിലുള്ളവർക്ക് നല്ലൊരു വ്യൂ ആണ് ഇങ്ങോട്ട് നോക്കുമ്പോൾ. അപ്പുറം വയലുണ്ട്. പണ്ടെല്ലാം ഇങ്ങനെ കണ്ടത്തിലോട്ടല്ലേ നടക്കുമല്ലോ ചെയ്യാ, റോഡില്ല ആ സമയത്ത്. ചേക്കോടുന്ന് കടൂർ മുക്കിലേക്ക് ബന്ധിക്കുന്ന റോഡ്. ഇതാ ദാബിന്റെ ഫ്രണ്ട്സിൻ്റെ അവിടുന്ന് ബോൾ കളിക്കുന്നു മണ്ണിന്ന്. ഇതാ പിള്ളേർ കളിക്കുന്നുണ്ട്. എന്താ കുറേ പിള്ളേർ ദാബിന്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ എന്താണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. സീൻ കോൺട്ര. നമ്മളിതെല്ലാം കണ്ട് വീട്ടിലേക്ക് പോക്കായി. ഇപ്പോൾ വീഡിയോ എല്ലാവരും കാണും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക. ബൈ.